സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരുന്നു. അത് ഒരുപാട് പേരത് കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിരുന്ന വീഡിയോ ഞാൻ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നേരത്തെ തന്നിരുന്ന എല്ലാ സഹകരണങ്ങളും ഒക്കെ ഇനിയും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഓപ്പറേഷൻ എന്ന് പറയുന്ന മൊത്തം ടോപ്പിക്സുകളും ഞാൻ പല വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. വളരെ അടുക്കും ചിട്ടയോടുകൂടി ആ ബിഗിനിങ് ടു എൻഡ് ആണ് ഞാൻ ഈ ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അതിന്റെ ബിഗിനിങ് മുതൽ ആരംഭിക്കാം. ഇപ്പൊ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് പരീക്ഷാ ബോർഡ് തീർച്ചയായിട്ടും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വളരെയേറെ വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം കേരള ബാങ്കിന്റെ പോസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് സൊസൈറ്റികളിൽ നിന്നുള്ള 50% ആൾക്കാരൊക്കെ റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് വളരെ മെജോറിറ്റി ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ വളരെയേറെ വേക്കൻസികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം ഒരു ജോലി സമ്പാദിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഉപോത്ബലകമായി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഓരോരോ ക്ലാസ്സുകളായിട്ട് ആരംഭിക്കാം. തുടക്കം മുതൽ അവസാനം വരെയുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുകയാണ്. നിങ്ങൾ കാണണം. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ കോഓപ്പറേഷൻ, അതുമായി തന്നെ തുടങ്ങാം. വാട്ട് യു മീൻ ബൈ കോഓപ്പറേഷൻ? നമുക്കറിയാം, കോഓപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ കോപ്പററി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. സോ ദ വേർഡ് കോഓപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോപ്പററി വിച്ച് മീൻസ് ടു വർക്ക് ഓർ വർക്ക് ടുഗദർ എന്നാണ്. ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന കോപ്പററി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇന്നത്തെ വേർഡായിട്ടുള്ള കോഓപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, there is an association of person. Cooperation is an association of person, that is a voluntary association of persons who work together for the betterment of the members. കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടി നിന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബെറ്റർമെന്റിന് വേണ്ടി ഒരുമിച്ച് നിന്ന് സ്വമേധയാ വന്നു കൂടുന്ന ഒരു സംഘടനയെ നമ്മൾ വിളിക്കുന്ന പേര് കോഓപ്പറേഷൻ എന്നാണ്. സോ കോഓപ്പറേഷൻ സിംപ്ലി മീൻസ് it is a form of organization wherein persons voluntarily associate together as human beings on the basis of equality, promotion of economic interest. അവിടെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതോടൊപ്പം തന്നെ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ സ്വമേധയാ വന്ന് ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേര് കോഓപ്പറേഷൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സഹകരണത്തിലൂടെ അല്ലെങ്കിൽ കോഓപ്പറേഷനിലൂടെ അതിന്റെ മെമ്പേഴ്സിന്റെ എക്കണോമിക് പ്രൊമോഷൻ നടത്തുക, അതുപോലെ തന്നെ അവർക്കിടയിൽ ഈക്വാളിറ്റി ഉണ്ടാക്കുക, ഒപ്പം തന്നെ അവരുടെ വെൽബീയിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി പീപ്പിൾസ് ഒരുമിച്ച് വരുന്ന ആ ഒരു സംരംഭത്തെ നമ്മൾ വിളിക്കുന്ന പേര് കോഓപ്പറേഷൻ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നിലുള്ള ഐഡിയാസ് എന്താണെന്ന് നമുക്കറിയണം. ദ ഐഡിയാസ് ബിഹൈൻഡ് കോഓപ്പറേഷൻ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോഓപ്പറേഷന്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന്. ദർ ആർ 2 ഐഡിയാസ്. 2 ഐഡിയാസ് ആണ് ഒരു കോഓപ്പറേഷൻ ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, സ്വയം സഹായം, പരസ്പര സഹായം എന്ന് പറയുന്ന ഒരു ഐഡിയ. ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന മറ്റൊരു ഐഡിയ. അങ്ങനെ ഈ 2 ഐഡിയയാണ് കോഓപ്പറേഷന്റെ പിന്നിലുള്ളത്. സോ ദ ഐഡിയ ബിഹൈൻഡ്സ് കോഓപ്പറേഷൻ ആർ Number 1, self-help and mutual help, each for all and all for each. അപ്പൊ ഈ 2 ഐഡിയാസ് ആണ് കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടത്. എന്നാൽ ഒരു കോഓപ്പറേഷന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 man 1 vote, അതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ ഈസ് 1 man 1 vote. അപ്പൊ ഐഡിയ വേറെയാണ്, പ്രിൻസിപ്പിൾ വേറെയാണ്. കോഓപ്പറേഷന്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്നാണ്. എന്നാൽ എന്താണ് കോഓപ്പറേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ദ പ്രിൻസിപ്പിൾ ഈസ് 1 man 1 vote എന്ന് പറയുന്നതാണ് കോഓപ്പറേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പല ചോദ്യങ്ങളിലും നമ്മൾ ഈ ചോദ്യം നമുക്ക് കാണാൻ പറ്റും.
സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട. കാരണം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അരമാർക്ക് കിട്ടും. ഒരുപക്ഷെ ഈ അരമാർക്കായിരിക്കും നമ്മളെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം. ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാകം പോലും ചോർന്നു പോകാതെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്കറിയേണ്ടത് എന്താണ് കോഓപ്പറേഷന്റെ ഫീച്ചേഴ്സ് എന്നറിയണം. കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. എന്താണ് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ? അല്ലെ, കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലേക്ക് വരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ആ വ്യക്തികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് സ്വമേധയാ ഉണ്ടാകുന്ന ഒരു അസോസിയേഷനാണ്. അങ്ങനെ വ്യക്തികളുടെ കൂട്ടായ്മയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഓപ്പറേഷന്റെ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നാണ്. ഇനി രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. എന്താണ് ഈ സർവീസ് മോട്ടീവ്? കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളിൽ തീർച്ചയായും പ്രോഫിറ്റ് ഹണ്ടിങ് അല്ല, പ്രോഫിറ്റ് മേക്കിംഗ് അല്ല അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പകരം അതിന്റെ മെമ്പേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി, അതിന്റെ മെമ്പേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് സർവീസ് മോട്ടോയാണ് കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നാണ്. അപ്പൊ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആ സർവീസ് മോട്ടോയാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എന്താണ് ഈ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്? ജനാധിപത്യ വ്യവസ്ഥയിലാണ്. അതിനകത്തുള്ള കോഓപ്പറേഷൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലുള്ള മെമ്പേഴ്സ് അതിൽ നിന്ന് കുറെ ആൾക്കാരെ ഇലക്ട് ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസിന്റെ രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തില് ഒരു കൂട്ടം ആൾക്കാർ മാത്രം നിന്ന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നയിക്കുക, മാനേജ് ചെയ്യുക, അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈക്വാലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈക്വാലിറ്റി. അതിനകത്തുള്ള മെമ്പേഴ്സിന് തുല്യ പദവിയാണ്, അതോടൊപ്പം തന്നെ തുല്യ അധികാരമാണ്, തുല്യതയാണ് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അടുത്ത നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അതാണ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഇപ്പൊ ഞാൻ 4 ഫീച്ചേഴ്സ് പറഞ്ഞു. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് പറഞ്ഞു, സർവീസ് മോട്ടീവ് പറഞ്ഞു, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പറഞ്ഞു, ഇപ്പം നമ്മൾ ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈക്വാലിറ്റി പറഞ്ഞു. 5 ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അടുത്തത് തുല്യ നീതി നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ്, തുല്യതയുള്ള നീതിയാണ് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. 5ാമത്തെ കേസ് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. 6 യൂണിവേഴ്സൽ മൂവ്മെന്റ്. കോഓപ്പറേറ്റീവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കൺഫൈൻ ചെയ്യുന്നതല്ല, ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള കേസാണ്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് കോഓപ്പറേഷൻ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. അപ്പൊ അതാണ് അതിന്റെ 6ാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, സർവീസ് മോട്ടീവ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈക്വാലിറ്റി, ദെൻ ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ദെൻ യൂണിവേഴ്സൽ മൂവ്മെന്റ്. ഇനി 7ാമത്തെ കേസ് പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. ഇവിടെ നമുക്ക് പ്രോക്സി ഒന്നും തന്നെ അലോ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ദെൻ ഡിവിഡന്റ് ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡിവിഡന്റ് ഹണ്ടിങ്. ഡിവിഡന്റിന് വേണ്ടിയല്ല നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. സോ ഡിവിഡന്റ് ഹണ്ടിങ് എന്ന് പറയുന്നത് അതിന്റെ എയിമേ അല്ല. ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ 8 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, then service motive, then democratic management based on proportionality and equality, then equity and social justice, universal movement, then proxy is not allowed and dividend hunting is not allowed. ഇതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഐഡിയ ബിഹൈൻഡ് കോഓപ്പറേഷൻ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ പറഞ്ഞു, ഇപ്പം നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേഷൻ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഓബ്ജക്റ്റീവ് ഓഫ് കോഓപ്പറേഷൻ ആണ്. അപ്പൊ എന്താണ് ഓബ്ജക്റ്റീവ് ഓഫ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 4 ഓബ്ജക്റ്റീവാണ് കോഓപ്പറേഷൻ ഉള്ളത്. അതേതൊക്കെയാണ് ഈ 4 ഓബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. നമുക്കറിയാം സാധാരണ കേസിൽ സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നതും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് മധ്യവർത്തികൾ അഥവാ മീഡിയേറ്റേഴ്സ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ നടക്കുന്നു, അത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയം വരെ അതിന്റെ സേവനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളാവുകയും അതോടൊപ്പം തന്നെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മിഡിൽമെൻ ആണ്.
കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മിഡിൽ മെൻമാരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കേസ് എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ, 2 അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. എന്താണ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ്. അങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം, ദെൻ റൈസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് മെമ്പേഴ്സ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റൈസിംഗ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ്. എക്കണോമിക് സ്റ്റാറ്റസും അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മെമ്പേഴ്സിന്റെ വർദ്ധിപ്പിക്കണം. നമുക്ക് മെമ്പേഴ്സിന്റെ സ്റ്റാറ്റസും മോറൽ സ്റ്റാൻഡേർഡും അതോടൊപ്പം തന്നെ എക്കണോമിക് സ്റ്റാറ്റസും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ഒബ്ജക്റ്റീവാണ്. നാലാമത്തെ കേസ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇവിടെ മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ എല്ലാവർക്കും തുല്യത കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, ദെൻ അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം, ദെൻ റൈസിംഗ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് മെമ്പേഴ്സ്, ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഈ 4 കാര്യങ്ങളാണ് ഒരു കോഓപ്പറേറ്റീവ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ, എന്താണ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, എന്താണ് കോഓപ്പറേഷൻ, ഇത് ഐഡിയ ബിഗൈൻസ് കോഓപ്പറേഷൻ, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ, അത് കഴിഞ്ഞ് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേഷൻ. നമുക്കറിയാം പരീക്ഷയ്ക്ക് പലപ്പോഴും നമുക്ക് ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊരു പരീക്ഷ വന്നാലും ശരി ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഒരു 5 ചോദ്യമെങ്കിലും നിർബന്ധമായും വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കറിയാം. ഐഡിയയെ കുറിച്ച് ചോദിക്കാറുണ്ട്, പ്രിൻസിപ്പിളിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് 4 ചോദ്യങ്ങൾ തന്നിട്ട് 4 ഉത്തരങ്ങൾ തന്നിട്ട് അതിൽ ഏതാണ് ഇൻഡിഫറന്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സും ഓബ്ജക്ട്സും പറഞ്ഞു നിർത്തുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ ഇതിന്റെ തുടർച്ചയായി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ അതൊരു ലൈവ് ക്ലാസ് ആയിട്ട് ഇതിനെ പരിഗണിക്കണം. വളരെ ചെറിയ ചെറിയ വീഡിയോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗം ഇത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് ഫോളോ ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.